ഞങ്ങൾ 4 പേരും കൂടി പോകുന്നത് ഏട്ടൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ. കോഴിക്കോട് നല്ലാളത്താണ് വീട്. ഞങ്ങളുടെ കസിന് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ 9ാം മാസത്തെ വയറ് കാണൽ ചടങ്ങാണ് ഇന്ന്. അപ്പം അതിനൊന്ന് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്നൊരു 10:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയത് 12 മണിക്കാണ് കേട്ടോ. ബൈപ്പാസ് കയറി നല്ല തിരക്കായിരുന്നു. ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് ചടങ്ങിന് വരുന്നുണ്ട്. 15 പേരാണ് വരുന്നത്, സ്ത്രീകളാണ് വരിക. അവരവിടെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം എന്നുണ്ടായിരുന്നു. തിരക്ക് കാരണം അവിടെ അവരെത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള ആലോചനയിലാണ് കേട്ടോ ഞങ്ങൾ. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവരെത്തിയത്. ഒരു നേന്ത്രക്കൊല പഴുത്തത്, ഹലുവ, ഉണ്ണിയപ്പം, ഡെലിവറി സമയത്തുള്ള കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ വന്നത്. വലിയ ആർഭാടകരമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല. ഞങ്ങൾ വേണ്ടപ്പെട്ട കുടുംബക്കാർ മാത്രം നടത്തിയ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ അവർ വന്നു, ഇരുന്നു, ചായ കുടിച്ചു, വെള്ളം കുടിച്ചു. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ച് പോയിട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, സലാഡ്, അച്ചാർ, ഐസ്ക്രീം, ഫ്രൂട്ട്സ് എന്നിവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബത്തക്ക, കർമൂസ, മാങ്ങ 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ആണുങ്ങളാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അവരും ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരുന്ന വഴിക്ക് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചൂസ് അവിടെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതാ കുതിര. ഇല്ല, ആൾക്കാരല്ലേ പോന്നെ. അതിനെ തൊടുന്ന എല്ലാവരും.
കോഴിക്കോട് ബീച്ചിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഞങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ ബീച്ചിൽ നല്ല തിരക്കാണ്. ഞാൻ എപ്പം പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വണ്ടി വെക്കാൻ ഒത്തിരി സ്ഥലം കിട്ടുമോ എന്നൊക്കെ ഇയാൾ കുറേ വണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഇങ്ങേ അറ്റത്തുള്ള ബീച്ചിലിറങ്ങി. പക്ഷെ അവിടെ വലിയ സുഖമൊന്നും തോന്നിയില്ല കേട്ടോ. ആരും അധികം ആളൊന്നുമില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കളിച്ച് പിന്നെ ഞങ്ങൾ നേരെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്താലോ എന്നിട്ട് ബീച്ചിൽ ഇറങ്ങാലോ വിചാരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടേ നിന്നത്. ഞങ്ങൾ വണ്ടീൻ്റെ ഒരു അറ്റം പോലെ ഉള്ളിലേക്ക് കയറ്റാനുള്ള സ്ഥലം അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പോയി ഞങ്ങൾ എത്തിയത് വെസ്റ്റിലുള്ള ബീച്ചിലാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ സാധാരണ വെക്കുന്നിടത്ത് തന്നെ കുറച്ച് സ്ഥലം കിട്ടി. അവിടെ വെച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു കേട്ടോ. അതാ നിൽക്കുന്നത് നമ്മുടെ കുതിര. നല്ലൊരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. കുതിര സവാരിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് സെൻറ്റർ ബീച്ചിൽ ഒട്ടക സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരക്കൊണ്ട് ഞങ്ങൾക്ക് വണ്ടി വെക്കാനായില്ലല്ലോ. ഞങ്ങൾ ബീച്ചിൽ പോകുന്നത് കടലിറങ്ങി കളിക്കാനോ വെള്ളത്തിൽ കളിക്കാനോ ഒന്നും അല്ല കേട്ടോ. റിച്ചൂസിന് കടലിന് ഭയങ്കര പേടിയാണ്. തിരമാല വരുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര പേടിയാണ് കേട്ടോ. അവൻ അവിടുത്തെ മണ്ണിലൊന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബീച്ചിൽ പോകുന്നത്. അങ്ങനെ അവിടെ പോയി കുറേ സമയം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടി ഒന്ന് കടലിലേക്ക് ഇറങ്ങി. എന്തായാലും അന്നല്ലേ വെറുതെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് കടലിലിറങ്ങി. തിരമാലകളൊക്കെ ഒന്ന് എണ്ണി ഞങ്ങൾ കാലൊക്കെ ഒന്ന് നനച്ച് ഞങ്ങൾ തിരിച്ചു പോന്നേ. ഞങ്ങളൊന്നും കഴിക്കാനൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോന്നേ.